ഇന്ന് നമുക്ക് SSLC ബുക്കിൽ സൈക്ലിക് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിൽ ഒരു പ്രോബ്ലം കൂടി നമ്മൾ നോക്കാൻ പോവുകയാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദ പിക്ചർ ടു സർക്കിൾസ് ഇന്റർസെക്ട്സ് അറ്റ് P and Q. ഇതാണ് പിക്ചർ. രണ്ട് സർക്കിൾ, ഇതൊരു സർക്കിള്, ഇതൊരു സർക്കിള്, ഇത് ഇന്റർസെക്ട് അറ്റ് P and Q. Okay. Lines through these circles meet at ABCD. Lines through these circles meet at ABCD. ഈ രണ്ട് സർക്കിളിൽ ഈ ലൈൻ ABCD ഈ രണ്ട് സർക്കിളും മീറ്റ് ചെയ്യുന്നു. The line AC and BD are not parallel. AC and BD. AC, BD not parallel. Okay. Parallel line alla. Prove that if these lines are of equal length, then ABCD is a cyclic. അപ്പോൾ ഈ രണ്ട് ലെങ്ത്തും ഈക്വൽ ആണെങ്കിൽ, AC-യും BD-യുടെ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ ഇതൊരു സൈക്കിൾ ട്രപീസിയം എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതാണ് കണക്ക്. ഓക്കെ, ഇതാണ് ഒരു സർക്കിള്, ഇതൊരു സർക്കിള്, രണ്ട് സർക്കിള് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് P and Q. ഈ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നു. ഇപ്പൊ രണ്ട് സർക്കിളിലും ABC 4 പോയിന്റിലും നമ്മൾ ലൈൻ ഇടുന്നു. ABCD ഈ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതും പാരലൽ അല്ല. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഇപ്പൊ ഈ ലെങ്ത്തും AC-യുടെ ലെങ്ത്തും BD-യുടെ ലെങ്ത്തും ഈക്വൽ ആണെങ്കിൽ ഇതൊരു സൈക്കിൾ ട്രയാങ്കിൾ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് P-യും Q-യും ജോയിൻ ചെയ്യാം. PQ ജോയിൻ ചെയ്തിട്ട് ഇതൊരു സൈക്ലിക് പ്രൂഫ് ചെയ്യാൻ കണ്ടീഷൻ എന്താണ്? അതായത് രണ്ട് ആംഗിളും കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. അതാണ് സൈക്ലിക്. ഫസ്റ്റ് ആംഗിൾ B എടുക്കാം. ആംഗിൾ ABD. ഈ ആംഗിൾ നമ്മൾ X എന്ന് എടുക്കുക. ലെറ്റ് ആംഗിൾ ABD is equal to X എന്ന് വയ്ക്കുക. അപ്പൊ ഈ ആംഗിൾ X ആണെങ്കിൽ നമുക്ക് ഈ ട്രപീസ് ചെയ്ത് സർക്കിളിന്റെ അകത്തുള്ളതാണ്. അപ്പൊ അതിന്റെ കണ്ടീഷൻ എന്നാ? ഇത് എത്ര വരും? രണ്ടും കൂട്ടുമ്പോൾ 180 വരണം. അപ്പൊ ദിസ് പാർട്ട് ഷുഡ് ബി 180 മൈനസ് X. ഓക്കെ, അപ്പൊ ആംഗിൾ APQ ഈക്വൽ ടു 180 മൈനസ് X നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ അടുത്തത് ഇത് 180 മൈനസ് X ആണെങ്കിൽ ഈ പാർട്ട് എത്ര വരും? അത് ടോട്ടലായിട്ട് ഒരു ലൈന്, ആ ലൈനിന്റെ മുന്നിൽ ഇരിക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി. ഇപ്പൊ ഈ ഭാഗത്ത് 180 മൈനസ് X ആണെങ്കിൽ അടുത്ത ഭാഗത്ത് എത്ര വരണം? ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് എത്ര വരും? 180 വരും. അപ്പോൾ 180 മൈനസ് X. അപ്പൊ 180 അടിയായാലും X വരും. അപ്പൊ ദിസ് ആംഗിൾ X എന്ന് വരും. ഓക്കെ, അടുത്ത് ഇതൊരു സൈക്ലിക് ട്രപീസിയം, അതായത് PCQD. ഇതൊരു സൈക്ലിക് ട്രപീസിയം, സർക്കിളിന്റെ അകത്തുണ്ട്. അപ്പൊ സൈക്ലിക് ട്രപീസിയം ആകുമ്പോൾ ഇത് രണ്ടും കൂട്ടുമ്പോൾ എത്ര വരണം? 180 ഡിഗ്രി വരണം. ഇത് X ഡിഗ്രി. ആംഗിൾ QPC പ്ലസ് ആംഗിൾ QDC ഈക്വൽ ടു 180 ഡിഗ്രി വരണം. ഇത് രണ്ടും കൂട്ടുമ്പോൾ ഇപ്പൊ ഇത് ഓൾറെഡി X. അപ്പൊ ഇത് എത്ര വരും? 180 minus X. That is equal to
ഇത് എക്സ്, ഇത് 180 മൈനസ് എക്സ് വരും. ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരണം? 180 വരണം. അപ്പോൾ ഈ ആംഗിൾ 180 മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതും കണ്ടുപിടിച്ചു. ഇത് 180 മൈനസ് എക്സ്. ഇപ്പം ഈ ആംഗിൾ എക്സ്, ദിസ് ആംഗിൾ 180 മൈനസ് എക്സ്. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി. അത് ബി എന്ന് പറയുന്നത് എ ബി ഡി. എ ബി ഡി പ്ലസ് ആംഗിൾ ക്യു ഡി സി. ക്യു ഡി സി ഈക്വൽ ടു ആംഗിൾ ബി എത്ര? എക്സ് പ്ലസ് ഇതെത്ര വരും? 180 മൈനസ് എക്സ്. അപ്പോൾ എക്സ് എക്സ് അടിയാകുമ്പോൾ 180 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിളും കൂട്ടുമ്പോൾ 180 ഡിഗ്രി. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180. അപ്പോൾ 180 ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കണ്ടീഷൻ ഇത് പാരലൽ. ഈ ലൈനും പാരലൽ എന്ന് നമ്മൾ പ്രൂഫ് ചെയ്തു. ആംഗിൾ എ ബി പാരലൽ ടു സി ഡി. പാരലൽ ടു സി ഡി. ഇത് രണ്ടും പാരലൽ. ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടി. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ ഓൾറെഡി ഗിവൻ. എ സി ആൻഡ് ബി ഡി ഈസ് ഈക്വൽ. എ സി ഈക്വൽ ടു ബി ഡി. എ സിയും ബി ഡിയും ഈക്വലാണ്. ഇത് രണ്ടും പാരലാണ്. അപ്പോൾ ഇത് രണ്ടും എവിടെ പോകും? നമുക്ക് സൈക്ലിക് ആയിട്ട് വരും. അപ്പോൾ ട്രപ്പീസിയം എ ബി ഡി സി ഈസ് cyclic.